അപ്പോൾ പുണ്യാത്മാക്കളെ പരമാത്മാവ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ബിൻ സാഹിബ് കി ബന്ദഗി കൈ ഠോർ ഠിക്കാനാ. ഇപ്പോൾ ഇവിടുന്ന് മരണം സംഭവിച്ചാൽ അത് പ്രധാനമന്ത്രിയുടെ ആയാലും മുഖ്യമന്ത്രിയുടെ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയുടെയോ മനുഷ്യൻ്റേതോ ആയാലും ഇവിടുന്ന് യാത്രയാകുന്നു. നല്ല പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക്, സദ്ഭക്തി ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം പാപങ്ങൾ കൂടെ ഉണ്ടാകും. നമുക്ക് പുണ്യവും പാപവും ഒരുപോലെ അനുഭവിച്ച് തീർക്കേണ്ടി വരും, കംപ്ലീറ്റ്. എന്നാൽ നമ്മളൊരു പരമസന്ധിലൂടെ പരമേശ്വരൻ്റെ ശരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പാപങ്ങൾ നശിച്ചു പോകുന്നു. അവർക്ക് പാപങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നില്ല. അവരുടെ പുണ്യങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. ആ പുണ്യങ്ങളെ പിന്നെ നമ്മൾ കൂടെ കൊണ്ടുപോകില്ല. ആ പുണ്യങ്ങൾ നമ്മൾ ഇവിടുത്തെ ഇൻചാർജായ ദൈവങ്ങൾക്ക് നൽകേണ്ടി വരും. കാരണം നമുക്ക് അവരുടെ മേൽ വലിയ കടബാധ്യതയുണ്ട്, സത്യസാധന ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാത്മാവായ കബീർ പരമേശ്വർജിയുടെ ശരണത്തിൽ വരുന്നത് വരെ നമുക്ക് പുണ്യവും പാപവും ഒരുപോലെ അനുഭവിച്ച് തീർക്കേണ്ടി വരും. നമ്മൾ പുണ്യവും കൂടെ കൊണ്ടുപോകില്ല. കാരണം ഗണേഷ് ജിയെ പോലെ ഇവിടെ എത്ര ഇൻചാർജ് ഉണ്ടോ അവർക്കെല്ലാം നൽകണം. കാരണം നമ്മുടെ ശരീരം ഒരു പിണ്ഡമാണ്. പിണ്ഡം എന്നാൽ ശരീരം. കൂടാതെ ഇതൊരു സമ്പൂർണ്ണ ബ്രഹ്മാണ്ഡവുമാണ്. ഈ മുഴുവൻ ബ്രഹ്മാണ്ഡത്തിൻ്റെയും ഒരു ഭൂപടം ശരീരത്തിനുള്ളിലുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് തന്നെ റിഹേഴ്സൽ തുടങ്ങും. ഏറ്റവും ആദ്യമായി ഈ ജീവൻ മൂലകമലത്തിൽ പോകും. അവിടെ ഗണേഷ് ജിയിൽ നിന്ന് ഇതിന് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമുക്ക് പല യുഗങ്ങളിലായി വലിയ കടബാധ്യതയുണ്ട്. ഇവരുടെ അടുക്കൽ നമ്മൾ ഈ മന്ത്രത്തിൻ്റെ സമ്പാദ്യമായ പുണ്യം, ദാനം, ധർമ്മം എന്നിവയെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും. അവർ നമ്മളെ വിട്ടയച്ചു കൊണ്ടുവരിക്കും. അങ്ങനെ ഇത്തരത്തിൽ പുണ്യത്തെയും പാപത്തെയും പരമാത്മാവിൻ്റെ മന്ത്രം നശിപ്പിച്ചു കളയും. അതിനാൽ നമ്മൾ പാപവും പുണ്യവും രണ്ടും ഇവിടെ ഉപേക്ഷിച്ച് കേവലം സത്നാമത്തിൻ്റെയും സാരനാമത്തിൻ്റെയും ഭക്തിയുമായി അവിടെ എത്തും. ഈ സത്നാമത്തിൻ്റെ ഉള്ളിൽ രണ്ടക്ഷരങ്ങളുണ്ട്, ഒന്ന് ഓം, ഒന്ന് തത്. ഇത് ഗുപ്തമാണ്. ആർക്കാണോ സാരനാമം ലഭിച്ചിട്ടുള്ളത് അവർക്ക് ഇതറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ഭക്തിയും നമ്മൾ ഇവിടെ തന്നെ നൽകിപ്പോകും, ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. കാരണം ഇവരുടെ ലോകങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. മൂന്നാമത്തെ സാരനാമത്തിൻ്റെ സമ്പാദ്യവുമായി നമ്മൾ സത്യലോകത്തേക്ക് പോകും. കാരണം പുണ്യങ്ങളുടെ ആവശ്യം നമുക്ക് വരുന്നത് ഇവിടുത്തെ സൗകര്യങ്ങൾ ലഭിക്കാനാണ്. വലിയ വീടുകൾ, ബംഗ്ലാവുകൾ, കാർ അവിടെ നമുക്ക് നേരത്തെ തന്നെ സർപ്രസായി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണോ വന്നത്, ഇനി എവിടേക്കാണോ പോകേണ്ടത്, ഇവിടുത്തെ പുണ്യങ്ങളുടെ ആവശ്യമില്ല. അവിടെ പുണ്യങ്ങൾ പരിപൂർണമാണ്. നിങ്ങളുടെ എല്ലാ കൊട്ടാരങ്ങളും, നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും, നിങ്ങളുടെ മുറ്റത്ത് വിമാനങ്ങളും നിൽപ്പുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ കാലൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ ഓരോരോ ധാന്യമണികൾക്കായി എങ്ങനെയൊക്കെ അലയുന്നു. ഇപ്പോൾ ഗരീബ് ദാസ് സാഹിബ് ജി പറയുന്നു, उत्तर दक्षिण पूर्व पश्चिम ये फिरदा दाड़े दाड़े डू सर्व कला सतगुरु साहेब की हरि आए डू. അതിനാൽ നിങ്ങൾ ഓരോ ധാന്യമണികൾക്കായി കൊതിക്കുന്നു, അലഞ്ഞു തിരിയുന്നു. പരമാത്മാവ് ഇവിടെ ഹരിയാനയിൽ വന്നതിന് ശേഷം ഗരീബ് ദാസ് സാഹിബ് ജിയെ കൂടെ കൂട്ടി സച്ഖണ്ഡിലേക്ക് പോയി, പിന്നീട് തിരികെ എത്തിച്ചു. അതിനുശേഷം പരമാത്മാവിനെ പരിചയപ്പെട്ടതിന് ശേഷം ഗരീബ് ദാസ് സാഹിബ് ജി പറഞ്ഞു, ആര് സദ്ഗുരുവിൻ്റെ ശരണത്തിൽ വരുന്നുവോ അവർക്കൊരിക്കലും ഒരു കഷ്ടപ്പാടും ഉണ്ടാകില്ല, ഇവിടെ ഒരു വസ്തുവിനും കുറവുണ്ടാകില്ല. എന്നാൽ അതിനോടൊപ്പം തന്നെ പരമാത്മാവ് ചില മര്യാദകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടുത്തെ ധാരാളം ധനത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പരമാത്മാവിനോട് ധാരാളം ധനം തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ജ്ഞാനം സമ്പൂർണ്ണമായിട്ടില്ല. മാത്രമല്ല, ധനം ചോദിക്കേണ്ട ആവശ്യമില്ല. പരമാത്മാവിൽ നിന്ന് ഒരു കാര്യവും മറഞ്ഞിരിക്കുന്നില്ല. തൻ്റെ കുട്ടിക്ക്, തൻ്റെ പ്രിയപ്പെട്ട ആത്മാവിന് എന്താണ്, ഏത് വസ്തുവാണ് ആവശ്യമെന്ന് അദ്ദേഹത്തിന് എല്ലാം അറിയാം. അദ്ദേഹം അത് നേരത്തെ തന്നെ ക്രമീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട്
നമ്മൾ സദ്ഭക്തി ചെയ്യാതെ നമ്മുടെ കർമ്മമനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രാജാവ് മരിച്ചാലും ഭിക്ഷക്കാർ മരിച്ചാലും മരണത്തിന് ശേഷം അവരുടെ പുണ്യവും പാപവും രണ്ടും കൂടെ കൊണ്ടുപോകുന്നു. പുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലെ പുണ്യം എന്ന് അവസാനിക്കുന്നുവോ പിന്നെ നരകത്തിലേക്ക്. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു പോകൂ ഇവിടെ നിന്ന് എന്ന് പറയുന്നത് പോലെ പോകൂ, പിന്നെ വീണ്ടും നരകത്തിലേക്ക്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ അവസ്ഥ വളരെ മോശമായിരിക്കും. പിന്നെ പറഞ്ഞു പോകൂ ഇനി കഴുതയാകൂ, കഴുതയുടെ മരണം സംഭവിക്കുന്നു. പിന്നെ പോകൂ പട്ടിയുടെ യോനിയിലേക്ക്, പട്ടി ചത്തുപോയി. പിന്നെ പന്നിയുടെ യോനിയിലേക്ക്. അപ്പോൾ ഇവിടെ ഇപ്രകാരം പറയുന്നു, കൂടാതെ ആ സത്യദൈവത്തിൻ്റെ സാഹിബിൻ്റെ സത്യപുരുഷൻ്റെ ഭക്തിയില്ലാതെ ഒരിടത്തും ഒരു താവളമോ നിലനിൽപ്പോ ഇല്ല. എന്നിട്ടും നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. എന്നിട്ടും നമുക്ക് ഭയം തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ബാലബുദ്ധിയാണ്. ഈ പരമാത്മാവിൻ്റെ ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ ഈ ഭക്തിമാർഗമായും ഈ ആധ്യാത്മിക ജ്ഞാനമായും പരിചയപ്പെട്ടതിന് ശേഷം നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്കൊരു പ്രത്യേക ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളോടും എല്ലാ സഹോദരീ സഹോദരന്മാരോടും കുട്ടികളോടും മുതിർന്നവരോടും ദാസൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. പരമാത്മാവിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്ദേശം നൽകുന്നു.